ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ശവസംസ്കാരത്തെ അത് കാര്യമായി ബാധിച്ചിരുന്നില്ല. വെറും 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പൊന്മറ്റത്തിൽ ജോർജിൻ്റെ മകൾ അന്ന എന്ന പെൺകുട്ടി എന്നേക്കുമായി ഈ ലോകത്തു നിന്നും വിട പറയാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പ്രാർത്ഥനാഗാനങ്ങൾ പ്രതിധ്വനിക്കുന്ന അന്തരീക്ഷത്തിൽ കുന്തുരിക്കത്തിൻ്റെയും ചന്ദനത്തിരികളുടെയും പുകയും ഗന്ധവും തളം കെട്ടി നിന്നിരുന്നു. ശവസംസ്കാരത്തിന് വന്നവർ തങ്ങളുടെ കരങ്ങളിൽ മുറുക്കി പിടിച്ചിരുന്ന പൂവിതളുകൾ മരിച്ചുകിടക്കുന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്കായി നിക്ഷേപിച്ചു. ശവസംസ്കാരത്തിന് നേതൃത്വം നൽകിയ കിഴക്കേമല സെന്റ് മേരീസ് പള്ളി വികാരി അബ്രഹാം പുത്തൻമലയിൽ അച്ഛൻ ആ കർമ്മത്തിലെ അവസാന പ്രാർത്ഥന ചൊല്ലി. സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്നുയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രാർത്ഥനാ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതോടുകൂടെ അബ്രഹാം അച്ഛൻ അവിടെ കൂടി നിന്നവരോടായി പറഞ്ഞു, നാട്ടുകാരും അടുപ്പമുള്ളവരും അന്തിമോപചാരം അർപ്പിച്ചെങ്കിൽ ഇനി കുടുംബാംഗങ്ങൾക്കുള്ള അവസരമാണ്. കുടുംബത്തിലെ ഓരോരുത്തരായി വന്ന് അന്തിമോപചാരം അർപ്പിച്ചോളൂ. വൈദികന്റെ നിർദ്ദേശം കിട്ടിയതും ബന്ധുക്കൾ അന്നയുടെ മാതാപിതാക്കളെ അവളെ കാണിക്കാനായി കൊണ്ടുവന്നു. അന്നയുടെ ശരീരം കെട്ടിപ്പിടിച്ചു കരയുന്ന അവളുടെ മാതാപിതാക്കളുടെ അവസ്ഥ കണ്ടു നിന്ന മറ്റുള്ളവർക്ക് അവരുടെ ദുഃഖമെന്ന വികാരത്തെ നിയന്ത്രിക്കാനായിരുന്നില്ല. അവളുടെ മാതാപിതാക്കളെ വളരെ പണിപ്പെട്ടായിരുന്നു ബന്ധുമിത്രാദികൾ പിടിച്ചുമാറ്റിയത്. ഒടുവിൽ ശവസംസ്കാരത്തിന് സഹായിക്കാൻ നിന്നിരുന്ന കൈക്കാരമാർ മറ്റുള്ളവർ അന്തിമോപചാരം അർപ്പിച്ച് ബാക്കി വന്ന പൂക്കളും കുന്തിരിക്കവുമെല്ലാം എടുത്ത് അവളുടെ ശരീരത്തിനു മുകളിൽ വിതറി. അവളുടെ നീളൻ മുടികളെ വഹിച്ചിരുന്ന ശിരസിനെ താങ്ങിയിരുന്ന തലയണയെടുത്ത് അവളുടെ വയറിനു മുകളിലായി വയ്ക്കുകയും ശവപ്പെട്ടിക്ക് ചുറ്റും തൂക്കിയിട്ടിരുന്ന മുല്ലപ്പൂവിൻ്റെ മാലകളെടുത്ത് അവർ പെട്ടിക്കുള്ളിലേക്കിടുകയും ചെയ്തു. ഇനി ആരുമില്ലെങ്കിൽ നമുക്കങ്ങ്. വികാരിയച്ഛൻ അങ്ങനെ പറഞ്ഞതും നിറക്കണ്ണുകളുമായി അവിടെ നിന്നിരുന്ന അന്നയുടെ പിതാവിൻ്റെ സഹോദരി മാർഗരറ്റ് ജോൺ പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു. ശവമഞ്ചം വെച്ചിരുന്ന മേൽക്കൂരയ്ക്ക് താഴെ അതിനെ താങ്ങി നിർത്തിയ 4 കാലുകളിൽ ഒന്നിനു മുൻപിലായി അവർ ആ യാത്ര അവസാനിപ്പിച്ചു. അവിടെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്നിരുന്ന 3 വയസ്സുമാത്രം പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയെ അവർ കണ്ടെത്തി. ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് മാർഗരറ്റ് ചോദിച്ചു, മോന്റെ കുഞ്ഞേച്ചിയെ കാണണ്ടേ? എന്നാൽ അത് കേൾക്കാത്ത ഭാവത്തിൽ ഒന്നും മിണ്ടാതെ അവൻ അവിടെ തന്നെ നിർവികാരനായി നിൽക്കുകയാണ് ചെയ്തത്. സംസാര സ്വാധീനമില്ലാതിരുന്ന ആ ആൺകുട്ടിയുടെ അടുത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും കൂടി നിന്നവരിൽ പുച്ഛമായിരുന്നു ഭാവമെങ്കിലും മാർഗരറ്റിൻ്റെ മുഖത്ത് എന്തുകൊണ്ടോ ആശ്വാസമായിരുന്നു ഭാവം. അവൻ്റെ മറുപടിക്കായി കാത്തുനിൽക്കാതെ ആ 3 വയസ്സുകാരനോടൊപ്പം മാർഗരറ്റ് അന്നയുടെ അടുത്തേക്ക് നടന്നു. ഓരോ ചുവട് മുന്നോട്ടെടുക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിൻ്റെ മിടുപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ടായിരുന്നു. ഇത്രയും നാൾ തന്നെ പരിപാലിച്ച് തൻ്റെ കൂടെ കളിച്ച സഹോദരി ഇനി മുതൽ തൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് അവനിലുണ്ടായതിനാലാവണം പേടിയോടുകൂടെയാണെങ്കിൽ പോലും ആൻറ്റിയുടെ കൈകളിൽ നിന്നും ഏന്തി വലിഞ്ഞ് അന്നയുടെ മുഖത്തോടവൻ്റെ ചുണ്ടുകൾ അവൻ അടുപ്പിച്ചു. ചേച്ചി, ദേ ഒറ്റ സെക്കൻഡ്. അവനിലേക്ക് ജോർജിൻ്റെ ഉറ്റ സുഹൃത്തും പള്ളിക്കൈക്കാരന്മാരിൽ ഒരാളുമായ ബേബി തടസ്സമായി വന്നു. അന്നയുടെ മുഖത്തായി അയാളൊരു വെള്ളത്തൂവാര വിരിക്കുകയും അവരുടെ നെറ്റിയുടെ ഏകദേശ ഭാഗത്തായി അവന് ചുംബിക്കാനുള്ള സ്ഥാനം അയാൾ കാണിച്ചു കൊടുത്തെങ്കിലും അവളുടെ ഇടത്തെ കവിളിലേക്കാണ് അവൻ്റെ ചുണ്ടുകൾ പോയത്. എന്നാലും എൻ്റെ ഫിലിപ്പേ, ഒന്നില്ലെങ്കിലും ഇത്രയും നാൾ തള്ളയേക്കാളും കാര്യമായി നോക്കി വളർത്തിയതല്ലേ? എന്നിട്ടും ആ ചെറുക്കൻ ഒരു കൂസലുമില്ലാത്തത് കണ്ടോ? കൊച്ചു പിള്ളേരല്ല അവറാച്ച, നമ്മളെപ്പോലെയല്ല. അതുങ്ങൾക്ക് പേടി കാണും. ഓ പിന്നെ,
പേടിപ്പിക്കാൻ പാഞ്ഞിപ്പാപ്പനല്ലേ ആ കിടക്കുന്നേ. നീയൊന്ന് പോയടാ ഫിലിപ്പേ. സഹോദരിയുടെ വിയോഗത്തിൽ ആ കൊച്ചുകുട്ടി നിലവിളിച്ച് കരയാത്തതിൽ കൂട്ടം കൂടി നിന്ന സാഡിസ്റ്റായ ചിലരിൽ പല്ലുകടിയുണ്ടാക്കി. ആ ഇടവകയുടെ മുൻകൈക്കാരനും നാട്ടിലെ പ്രമാണിമാരിൽ ഒരാളുമായ പുളിമൂട്ടിൽ അവറാൻ അടുത്തുനിന്നിരുന്ന ഫിലിപ്പിനോടായി പരാതി പറഞ്ഞു. ആ 4 വയസ്സുകാരന്റെ ചുണ്ടുകൾ തണുത്തു മരവിച്ചിരുന്ന അന്നയുടെ കവിളിലായി പതിഞ്ഞതും പെട്ടെന്നവൻ ഞെട്ടി പുറകോട്ടാഞ്ഞു. മാർഗരറ്റ് അവനെ അവളിൽ നിന്നും അകറ്റാൻ തുടങ്ങിയതും അവൻ ഒരിക്കൽ കൂടി കുഞ്ഞേച്ചിയെ കാണാനായി ആഞ്ഞു വലിഞ്ഞ് അന്നയുടെ മുഖത്തെ തൂവാല എടുത്തു മാറ്റാനായി തുനിഞ്ഞു. അവൻ ആ തൂവാലയിൽ പിടുത്തമിട്ടപ്പോൾ തന്നെ പള്ളിയിലച്ചന്റെ ലോഹയാൽ മറയ്ക്കപ്പെട്ട മറ്റൊരു വലിയ കൈവന്ന് അവന്റെ ചെറിയ കൈകളിൽ പിടുത്തമിടുകയും അവനെ ആ പ്രവൃത്തിയിൽ നിന്നും തടയുകയും ചെയ്തിരുന്നു. ഏകദേശം 2 ആഴ്ച മുൻപ് പള്ളിയിൽ പുതിയതായി ചാർജെടുത്ത പുതിയ ഡീക്കനച്ചന്റെ ആ പ്രവൃത്തി അംഗീകരിച്ചവരായിരുന്നു അവിടെ നിന്നവരെല്ലാം. ഒരു വൈദികനാകാനായി പഠിക്കുന്ന ആ ചെറുപ്പക്കാരൻ അന്നയുടെ മുഖത്തെ തൂവാല നല്ല രീതിയിൽ തന്നെ വിരിച്ചുവെച്ചു. അലങ്കോലമായി കിടന്നിരുന്ന അവളുടെ കഴുത്തിലെ വെള്ളിക്കുരിശടങ്ങിയ കൊന്ത അയാൾ നേരെയാക്കി വയ്ക്കാനും മറന്നിരുന്നില്ല. മാർഗരറ്റ് അന്നയുടെ അനിയനെ അവളിൽ നിന്നും അകറ്റിയതോടെ കൈക്കാരന്മാർ അവരുടെ ബാക്കി ജോലികൾ തുടർന്നു. ശവപ്പെട്ടിയുടെ അടപ്പെടുത്ത് പെട്ടിയുടെ മുകളിൽ വയ്ക്കുകയും അതിനു ചുറ്റുമുണ്ടായിരുന്ന 10ഓളം കൊളുത്തുകൾ ശക്തമായി അടയുന്ന ശബ്ദം പല സമയത്തായി കേട്ടിരുന്നു. ചുവന്ന കളറുള്ള പൊന്നാട നീളത്തിൽ കീറുകയും അത് ശവപ്പെട്ടിയുടെ പുറത്ത് മുകളിലും താഴെയുമായി മുറുക്കിക്കെട്ടുകയും ചെയ്തു. 7ഓളം പേർ ചേർന്ന് അന്നയെ അടച്ച ആ ശവപ്പെട്ടി എടുത്തുകൊണ്ട് അന്നയ്ക്ക് വിശ്രമിക്കാൻ തയ്യാറാക്കിയ 57 എന്ന നമ്പർ ഇട്ടിരിക്കുന്ന പൊന്മറ്റത്തിൽ വീട്ടുകാരുടെ കുടുംബക്കല്ലറയിലേക്ക് യാത്രയായി. 3 മീറ്ററോളം ഉയരമുണ്ടായിരുന്ന കിഴക്കേമല പള്ളി സെമിത്തേരിയുടെ ആ കുഴിക്കകം സിമന്റ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. കുഴിക്ക് ചുറ്റിലും കിണറിന്റെ കെട്ടുപോലെ ചതുരത്തിൽ സിമന്റ് കട്ടകൊണ്ടൊരു കെട്ടും അതിനു പുറത്ത് മാർബിള് കൊണ്ടത് മറയ്ക്കുകയും ചെയ്തിരുന്നു. മൃതദേഹം അതിനകത്തു വച്ചാൽ ആ മാർബിൾ കെട്ടിനു മുകളിലേക്ക് ചതുരാകൃതിയിലുള്ള നല്ല ഭാരമുള്ള മാർബിൾ മൂടിവെച്ച് കുഴിയടയ്ക്കും. മഴയുടെ ശക്തി ആർജിക്കുന്നതിനു മുന്നേ സംസ്കാരം അവസാനിപ്പിക്കുന്നതിനായി പെട്ടി അവർ കുഴിയിലേക്കിറക്കാനായി തുടങ്ങി. ശവപ്പെട്ടി ഭദ്രമായി കുഴിയിൽ ഇറക്കിവെച്ചു എന്നുറപ്പായത്തോടുകൂടി പെട്ടി ഇറക്കാൻ ഉപയോഗിച്ച 2 കയറുകളും അവർ കുഴിയിലേക്കിട്ടു. അധികം വൈകിക്കാതെ തന്നെ കല്ലറ മൂടുവാൻ ഉപയോഗിക്കുന്ന ഭാരമുള്ള മാർബിൾ സ്ലാബ് അവർ അതിനു മുകളിലായി എടുത്തുവെക്കാനായി തുടങ്ങി. പക്ഷെ അടുത്ത നിമിഷം അവളുടെ പിതാവായ ജോർജിന്റെ ചിന്ത മറ്റൊരു വഴിക്ക് പോയി. എനിക്കെൻ്റെ മോളെ ഒന്നുകൂടെ കാണണം. അങ്ങനെ ഒരു അവസരത്തിൽ അസാധാരണമായി അയാൾ പ്രതികരിച്ചപ്പോൾ കൂടി നിന്നവരെല്ലാം അയാളെ തന്നെ നോക്കി. അടുത്തു നിന്നവർ പിറുപിറുത്തുകൊണ്ട് ജോർജിന്റെ ആവശ്യത്തോട് അവരവരുടെ അതൃപ്തി അറിയിച്ചു. ജോർജിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമുണ്ടായിരുന്നില്ല. കാരണം ഇതേ ഒരവസ്ഥ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ വേർപാട്, അതിപ്പോൾ മക്കൾ തന്നെ ആവണമെന്നില്ല. സഹോദരങ്ങളോ സുഹൃത്തോ സ്വന്തം മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ. വെറുതെ നടന്നുപോകുമ്പോൾ ചിരിക്കുന്ന ഒരു പരിചയക്കാരനാണെങ്കിൽ പോലും ആ കുഴി പൂർണ്ണമായി മൂടപ്പെടുന്നതോടെ അയാളുമായി ഈ ജന്മത്തിലെ സകല ബന്ധവും അവിടെ അവസാനിക്കും. ഇത്രയും നാൾ കണ്ട മുഖവും കേട്ട ശബ്ദവും സ്പർശിച്ച ശരീരവുമെല്ലാം ഈ ഒരു നിമിഷം കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല എന്ന അപ്രിയ സത്യവും ആ ഒരു വികാരത്തോടു കൂടിയാണ് ജോർജ് തൻ്റെ ആവശ്യം ഉന്നയിച്ചതെങ്കിലും ചുറ്റും നിന്നവർ അതിന് തെല്ലുവില പോലും നൽകിയിരുന്നില്ല. അയാളുടെ അഭ്യർത്ഥനയെ മാനിക്കാൻ പല പ്രാവശ്യം ജോർജ് കേണപേക്ഷിച്ചെങ്കിലും ആരും അതിന് കൂട്ടുനിന്നില്ല എന്നു മാത്രമല്ല, മക്കൾ നഷ്ടപ്പെട്ട പിതാവെന്ന് പരിഗണന പോലും നൽകാതെ അവരെല്ലാം അയാളെ കുറ്റം പറയാനും ആരംഭിച്ചു. ഒടുവിൽ ജനക്കൂട്ടത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ജോർജിന് അയാളുടെ ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. മാർബിൾ സ്ലാബ് കുഴി മൊത്തമായി മൂടുന്നതിനനുസരിച്ച് കുഴിക്കുള്ളിൽ ഇരുട്ട് വ്യാപിക്കാൻ ആരംഭിച്ചു. ഒടുവിൽ മാർബിൾ സ്ലാബിൻ്റെ വിടവിലൂടെ കുഴിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരുന്ന അവസാന പ്രകാശകിരണ പ്രകാശവും മറഞ്ഞതോടുകൂടെ അന്ന ജോർജ് എന്ന പെൺകുട്ടിയുടെ ഭൗതിക ശരീരവും ഈ ലോകവും തമ്മിലുണ്ടായിരുന്ന ബന്ധം എന്നത്തേക്കുമായി അവസാനിച്ചു.